ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ട് ഇന്നലെ മാർക്കറ്റിലൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി എന്നുള്ളത്. അതൊരു പുതിയൊരു സിസ്റ്റമാണ്, ക്ലോസിങ് ഓപ്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സാധാരണമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 3 to 330 വരെയുള്ള പ്രൈസിൻ്റെ ആവറേജ്. ഒരു സെക്കൻഡ് ഞാൻ ഓക്കെ 3 to 330 എന്നുള്ളൊരു പ്രൈസ് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആയിരിക്കും 330 ഷോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പലയിടത്ത് ഓർഡേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു 2000-ലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു 1995 ഉണ്ടാവും, 90-ഉണ്ടാവാം, 99-ഉണ്ടാവാം, 2001, 2002 ആയിട്ട് പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് അതിനുള്ളിൽ, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്ന ഒരു പ്രൈസ് അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. മൊത്തത്തിലുള്ള ഒരു ആവറേജ് വെയിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമ്മൾ മൂവിങ് ആവറേജസ് ഒക്കെ വരയ്ക്കുന്നത് പോലെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വാല്യൂസ് കിട്ടത്തില്ല എന്നുള്ളതായിരുന്നു ആ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അതിനെ പുതിയ മെത്തേഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു പ്രൈസ് കാണും. അതായത് ഏറ്റവും ഒരു മാർക്കറ്റിന് എവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ള ഒരു ലെവൽ ഓഫ് നമ്പർ കാണും, അതായത് ലെവൽ ഓഫ് പ്രൈസ് കാണും. ആ പ്രൈസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇന്നലെ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു തന്നെ പോവാം. അതായത് ഒരു 3:15 മുതൽ ഒരു 3:20 വരെ അവിടെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ്, അല്ലെങ്കിൽ 3 മുതൽ 3:15 വരെ ഉള്ള ടൈമിനുള്ളിൽ ഏത് പ്രൈസിനോടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഓർഡേഴ്സ് ഇട്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രൈസിലേക്ക് അതിനൊരു ടെൻഡൻസി ഉണ്ടാകും. ആ പ്രൈസിനെ കൃത്യമായിട്ട് എടുക്കുന്നു. അതിനെന്താണ് റെഫറൻസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ±3% വാല്യൂസിനുള്ളിൽ മാത്രം ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സിസ്റ്റം അവിടെ വരുന്നു. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ആ ഓപ്ഷൻ വരുന്ന പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനൊരു ഫൈനൽ വാല്യൂ കൊണ്ടുവരും. അപ്പോൾ ഏത് സൈഡിലേക്കാണോ അതിനൊരു ടെൻഡൻസി, ആ സൈഡിലേക്കുള്ള ഒരു ടെൻഡൻസി ആ ഒരു സൈഡിലേക്ക് അതിൻ്റെ പ്രൈസിനെ ചായച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയല്ല, ആവറേജ് പ്രൈസിൽ എവിടെയെങ്കിലും ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചറിൻ്റെ ഹാഫിലായിരിക്കും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക എന്നുണ്ടെങ്കിൽ ഇത് ഏത് സൈഡിലേക്കാണോ അതിൻ്റെ ടെൻഡൻസി ആ സൈഡിലേക്ക് കൊണ്ടുപോയി അതിനെ ക്ലോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള സ്റ്റോക്കുകളിൽ ഹയർ പ്രൈസിൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട്, എനിക്ക് ഗുഡായിട്ട് ഫീൽ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ കണ്ടിന്യൂസ്ലി 24,600 തൊട്ടടുത്ത്, അല്ലെങ്കിൽ 24,550 to 600 ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഈ സ്റ്റോക്കിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 800 രൂപയ്ക്കാണ് HDFC ബാങ്ക് നിൽക്കുന്നതെങ്കിൽ നമുക്ക് 800 രൂപയ്ക്ക് തന്നെ മേടിക്കാമായിരുന്നു, അല്ലേ? ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന് അത് 800 രൂപയ്ക്ക് തന്നെ മേടിക്കാം. ഇതുപോലെ 10 സ്റ്റോക്കിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഞാൻ അതിൽ ഒരു സ്റ്റോക്കിനെ പിക്ക് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു സ്റ്റോക്ക് എന്നാൽ ഈ ഓപ്ഷൻ ടൈമിൽ 3 മണി മുതൽ 3:15 വരെയുള്ള ടൈമിൽ 1% മേളിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ട് അവിടെ ഒരു ഓർഡർ ഇട്ട് അതിൻ്റെ പ്രൈസിനെ മേളിലേക്ക് പുഷ് ചെയ്ത് ഈ ക്യാൻഡലിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് ആരാണ് എന്നുള്ളത് എനിക്കറിയില്ല, അവിടെ കാണിച്ചതാണ് ആ ഒരു ക്യാൻഡിൽ എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഇതാവണമെന്ന് 100% ഉറപ്പില്ല, ബിക്കോസ് നമുക്കറിയാത്ത ഡേറ്റാസാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരണമെങ്കിൽ അതിൻ്റെ ഏറ്റവും
നിയറസ്റ്റ് പോസിബിലിറ്റി ഇതാണ് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ 10 സ്റ്റോക്കിൽ ഒരു 1.5% അവസാനത്തെ ഒരു 10 മിനിറ്റിനുള്ളിൽ വലിയ ഓർഡേഴ്സ് വരികയും ഈ വലിയ ഓർഡേഴ്സ് എല്ലാം ആ സ്റ്റോക്കിൻ്റെ 1% മേളിലേക്ക് ഓവർ പ്രൈസ്ഡ് ആയിട്ട്, അത് വാണ്ടഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് 800 രൂപയ്ക്ക് കിട്ടുന്ന സ്റ്റോക്കിനെ 805 രൂപയ്ക്കോ 810 രൂപയ്ക്കോ അതായത് ക്ലോസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു ഡിമാൻഡിന്, അതായത് ഒരു പോസിറ്റിവിറ്റി കാണിക്കാം. ഈ പോസിറ്റിവിറ്റി വേണമെങ്കിൽ നമുക്ക് രാവിലെ 9:30 to 3 o'clock വരെ നമുക്ക് കാണിക്കാമായിരുന്നു. അത് കാണിക്കാണ്ട് ഹിഡൻ ചെയ്ത് വെച്ചിരുന്നിട്ട് ആ അവസാന മിനിറ്റ് കാണിക്കുന്നത് ഈ ക്യാൻഡിൽ ഇതിനെ ഇങ്ങനെയും കൺട്രോൾ ചെയ്യാം എന്ന് ഒരു സൂചന കൂടെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഡോജി ക്യാൻഡിലായിരിക്കേണ്ട മാർക്കറ്റ് ഇന്നലെ ലാസ്റ്റിലൊരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് മാറി. അതൊരു മറുബോസ് ക്യാൻഡിൽ പോലെ മാറ്റി. അപ്പോൾ അത് തന്നെ ഭയങ്കര അലാമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഡോജി ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എങ്ങോട്ട് പോകണം എന്ന് ഉറപ്പില്ലാത്തൊരു ക്യാൻഡിലാണ്, ഇൻഡിസിസീവ് ക്യാൻഡിലാണ്. എന്നാൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് അവസാനത്തെ 15 മിനിറ്റ് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, റീറ്റെയിലേഴ്സ് ശ്രദ്ധിക്കാത്ത മൊമെൻറ്റിൽ അവിടെ വലിയ രീതിക്കുള്ളൊരു ബൈയും സെല്ലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ളിൽ നടന്നിരിക്കാം. ഈ പ്രൈസ് പെട്ടെന്ന് ഹൈയിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അതൊരു ഡിമാൻഡിനെ കാണിക്കുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ഇന്ന് രാവിലെ ആ ഡിമാൻഡ് കണ്ടിട്ട് റീറ്റെയിലേഴ്സ് ഓടിപ്പോയി മേടിക്കുമ്പോൾ അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ആദ്യം മേടിക്കുന്നത് കാരണം ആ പ്രൈസ് വീണ്ടും ഒരു 2% കയറിയേക്കാം. ആ 2% നിന്ന് അവർ എക്സിറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇൻട്രാഡേ പോലെ, ഒരു പൊസിഷണൽ പോലെ ഒരു പ്രോഫിറ്റ് അവർക്ക് ഗെയിൻ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇത് ഈ സിസ്റ്റത്തിനും പ്രശ്നങ്ങളുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ വെറുതെ ഒരു ഡേറ്റ തന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല. അവിടെ എന്താണോ നിങ്ങൾക്ക് ട്രാപ്പ് ചെയ്യാം, നിങ്ങളുടെ ലോസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ദയവ് ചെയ്ത് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ 9:15 വന്ന് ട്രേഡ് ചെയ്യുന്നതിന് പകരം ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ മാർക്കറ്റിനൊന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും ആദ്യത്തെ 15 മിനിറ്റ് കോഷ്യസ് ആയിരിക്കുമെന്ന് എനിക്ക് ഡാം ഷുവറാണ്. അവരുടെ ലോസും കൺട്രോൾഡ് ആയിരിക്കും, പ്രോഫിറ്റ് ആണെങ്കിലും കൺട്രോൾഡ് ആയിരിക്കും. അവിടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, ഒരു സിസ്റ്റം അടുത്ത ജീവിതകാലം മുഴുവൻ നടക്കാൻ പോകുന്ന ഒരു സിസ്റ്റം മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഞാനും പേഴ്സണലി ആദ്യത്തെ 15 മിനിറ്റ് ട്രേഡ് ചെയ്യുകയായിരിക്കില്ല, ആ ക്യാൻഡിൽ മൂവ് ചെയ്യുന്നതും അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൈൻഡ് സെറ്റ് എങ്ങനെ എന്ന് പഠിക്കാനായിരിക്കും ഞാൻ യൂസ് ചെയ്യുക. ഓൾറെഡി 7 മിനിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് വരാം. ചാർട്ടിൽ ഓക്കെ, ഇതാണ് ആ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഇവിടെ നിൽക്കേണ്ട ഒരു ക്യാൻഡിലായിരുന്നു, ഏതാണ്ട് ഈ ഒരു പ്രൈസിൽ തന്നെ. ഇതൊരു ടെയിലും ഒരു ചെറിയൊരു ബോഡിയും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് 600-ന് മേളിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അത് അവസാനം നോക്കുമ്പോൾ ഇത്രയും വലിയൊരു മറുബോസ് ക്യാൻഡിലായിട്ട് മാറിയിട്ടുണ്ട്. സോ ഓക്കെ, സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു റീസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നാൽ ഫ്യൂച്ചേഴ്സ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന 24,640 റേഞ്ചിലാണ്. ഇത് എവിടെയാണ് ഇപ്പോഴും ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പ്രൈസ് സ്പോട്ട് മാറുന്നതിൻ്റെ റീസൺ ഇതാണ് എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് രാവിലെ എന്താണ് ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ച് തീരുമാനിക്കാം. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുന്ന പ്രൈസ് ഏതാണ്ട് ഈ ലെവലിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇത് ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ അതിന് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ ഉണ്ട്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയ്ക്ക് ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ്. 24,700-ന് താഴെ എന്നുള്ളതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എനിക്കറിയില്ല, ഡെഫിനറ്റ്ലി ഫസ്റ്റ് സിസ്റ്റം ആകുമ്പോൾ എനിക്കിത് അറിയാം എന്ന് വിചാരിച്ചിട്ട് പോയി ഇറങ്ങുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് അറിയില്ല, ഇത് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന എവിടെയാണോ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ശേഷത്തിലേക്ക് ഒരു അരമണിക്കൂറിന് ശേഷം മാർക്കറ്റ് 24,800 ആണ് എൻ്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. 800-ന് മേളിലേക്ക് കയറിയാൽ 880 or 920 എന്നിങ്ങനെ ഒരു ലെവലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25,000 to 25,100, 240 എന്നിങ്ങനെയുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലെവൽസ് ഉണ്ട്. താഴേക്കാണെങ്കിലോ സപ്പോർട്ടായിട്ട് 24,720, 600 to 660 റേഞ്ച്, ഓക്കെ 520 എന്നിങ്ങനെയുള്ള 3 ലെവൽസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിഭീകരമായിട്ടുള്ള വോൾട്ടൈലിറ്റി ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. പല സ്റ്റോക്സും വീണ്ടും ഒന്നുകിൽ കയറിയേക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിഭീകരമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം. അതായത് ഒരു 1% തന്നെ ആയിരിക്കും. പക്ഷേ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യാൻഡിൽ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് പ്രൈസ് കുറയുന്നത് ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാനിക് ആവാണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുക. ഞാൻ ഇതിൻ്റെ 1 വീക്കിൻ്റെ ക്യാൻഡിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിതിപ്പോൾ അവറിൻ്റെ ഇട്ടാലും ഡേയിൻ്റെ ഇട്ടാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, കാണുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. സോ മാർക്കറ്റിനനുസരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക, അതിനനുസരിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഒരു 15 to 45 മിനിറ്റ്സ് മാർക്കറ്റിൽ നിന്ന് ഒരു ദിവസത്തേക്ക് മാറി നിൽക്കുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത് എക്സ്പയറിങ് കൂടെയാണ്, നമ്മൾ എടുക്കുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് ഡിസിഷൻ മതി ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യാൻ. ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് ഫോക്കസ് ചെയ്യാനുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത്, ഒന്ന് റിലയൻസിനെ ഫോക്കസ് ചെയ്യാം, ബജാജ് ഫിനാൻസ് ഫോക്കസ് ചെയ്യാം, SBI ഫോക്കസ് ചെയ്യാം. SBI ഒക്കെ നമ്മൾ 1000 താഴെ നിൽക്കുമ്പോൾ ബൈയിങ് പറഞ്ഞതാണ്. ഇപ്പോൾ 1040 ആയിട്ടുണ്ട്. 1040 സെക്കൻഡ് ലെവൽ ഓഫ് ബൈയിങ് ആണ്. ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമേ പോയി മേടിക്കണമെന്നില്ല. ഞാൻ ഒരു ട്രേഡ് റെക്കമെൻഡേഷനായിട്ട് പറയുന്നതല്ല. ആ വാച്ച് ലിസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു ബുള്ളിഷ്നെസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. ഇൻഫോസിസ് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സ്റ്റോക്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ആ സ്റ്റോക്സിനുള്ളിൽ നിങ്ങൾ ആഡ് ചെയ്യാനുള്ള ടൈറ്റൻ, L&T, ഞാൻ പറഞ്ഞിരുന്ന സ്റ്റോക്സിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന ടൈറ്റൻ, L&T, SBI ഒക്കെ നേരത്തെ പറഞ്ഞാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. റിലയൻസ് തുടങ്ങിയിട്ടില്ല. ഇൻഫോസിസ് പോലുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിനനുസരിച്ച് നിങ്ങളുടെ സിസ്റ്റം സെറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ബാച്ച് ഇപ്പോൾ കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.